ടി ജി, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ വാർത്ത, ബീഹാറിൽ ഭരണമാറ്റം വരാൻ പോകുന്നു. ഭരണമാറ്റം വരുന്നു എന്ന് പറഞ്ഞാൽ ഭരണമുന്നണി മാറാൻ പോകുന്നു, മുഖ്യമന്ത്രി മാറാൻ പോകുന്നില്ല. നിതീഷ് കുമാർ എന്ന ഇന്ത്യൻ സോഷ്യലിസ്റ്റ് പാരമ്പര്യത്തിലെ ഒടുവിലത്തെ കണ്ണി നടത്തിയ ഏറ്റവും ഒടുവിലത്തെ കാലുമാറ്റം എന്നൊക്കെ വിശേഷിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു പത്രങ്ങൾ. ബീഹാർ രാഷ്ട്രീയത്തിലെ ഈ പുതിയ മാറ്റത്തെ ടി ജി എങ്ങനെ കാണുന്നു? അത് ഇന്ത്യ മുന്നണിയുടെ അവസാനത്തിൻ്റെ ആരംഭമായിട്ട് ഞാൻ കാണുന്നു. എൻ ഡി എ മുന്നണിയുടെ ഇന്ത്യയുടെ ഇന്ത്യ മുന്നണിയാണല്ലോ ഈ അലയൻസ്. അതിൻ്റെ ഇന്ത്യ അലയൻസ്, ഇന്ത്യ മുന്നണി. അപ്പോൾ ഇതിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിട്ടാണ് ഞാനിത് കാണുന്നത്. വാസ്തവത്തിൽ പണ്ട് വിഷ്ണുനാരായണൻ നമ്പൂതിരി ഒരു കവിത എഴുതിയിരുന്നു, വ്ളാഡിമിർ കൊമറോവ് എന്ന് പറഞ്ഞ്. ശൂന്യാകാശത്ത് വെച്ച് പൊട്ടിത്തെറിച്ച് മരിച്ച ഒരു റഷ്യൻ കോസ്മോനോട്ടാണ് വ്ളാഡിമിർ കൊമറോവ്. അതിലൊരു വരി ഇപ്പോഴും എനിക്ക് മനസ്സിൽ നിൽക്കുന്നുണ്ട്. അന്തിമ സ്പന്ദന മാത്രയിൽ ഞെട്ടറ്റ് സന്ധിബന്ധങ്ങൾ നുറുങ്ങിത്തെറിക്കവേ എന്നാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ പ്രയോഗം. ഏകദേശം ഇന്ത്യ മുന്നണി ആ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അന്തിമ സ്പന്ദന മാത്ര ആസന്നമായിരിക്കുന്നു, സന്ധിബന്ധങ്ങൾ നുറുങ്ങിത്തെറിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ഒരുപക്ഷെ നിതീഷ് കുമാർ ആയിരിക്കും. ഏകദേശം 99% ആയി എന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഫ്ലാഷ്. അതിനി ഫോർമലൈസ് ചെയ്യാനേ ബാക്കിയുള്ളൂ. നെക്സ്റ്റ് വിൽ ബി മമതാ ബാനർജി. മമതാ ബാനർജി പറയുന്നു, എന്നെ ഭാരത് ജോഡോ യാത്ര ഇനി എന്നെ ക്ഷണിച്ചിട്ടൊന്നുമില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, ഇത് എന്ത് പണ്ടാരം എന്ന് ചോദിക്കുന്നു. KC വേണുഗോപാൽ പറയും, അങ്ങനെയല്ല ദീദി, ഞങ്ങൾ കത്തയച്ചിരുന്നു, ദീദിയും കൂടെ വരണം എന്നാണ്. ഈ KC വേണുഗോപാൽ എന്നൊക്കെ പറയുന്ന ആളിനെ ഇവർക്ക് പരമപുച്ഛമാണ്. ആരടാ നീ ചെറുക്ക ഇങ്ങനെ ചോദിക്കുന്നു. അവരുടെ സ്റ്റേച്ചർ എന്താ കുറഞ്ഞ വർഷം ബംഗാളിൽ. ഞാൻ തുടക്കത്തിൽ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മമത വരണം എന്നാഗ്രഹിച്ചവനാണ്. കാരണം കാര്യം ഞാൻ പ്രോ BJP RSSകാരനൊക്കെയാണ്. ബട്ട് ജനാധിപത്യത്തിൽ ആവശ്യമാണ് ഒരു ശക്തമായ ഒരു പ്രതിപക്ഷം വരുന്നെങ്കിൽ കരുത്തയായ ഒരാൾ. അതെ, അതിന് മമതാ ബാനർജിയെ പോലെ പറ്റിയ ആളില്ല. അവർ കോംപ്രമൈസ് ചെയ്യില്ല. കോംപ്രമൈസ് ചെയ്യുമ്പോൾ റോയലായിട്ട് കോംപ്രമൈസ് ചെയ്യും. അവരുടെ ക്രെഡിബിലിറ്റി അപാരമാണ്. ഒരു കാര്യം അവർ പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്തിരിക്കും, അത് മിന്നൽ വേഗത്തിൽ ചെയ്തിരിക്കും. പിന്നെ അവർക്ക് ഈ പ്രീവാരിക്കേഷൻ അതൊന്നുമില്ല. അത് നോക്കട്ടെ വരട്ടെ ഇങ്ങനെയില്ല. യെസ് ഓർ നോ, യെസ് എന്ന് പറഞ്ഞ് ഞാൻ ഉടനെ അതങ്ങോട്ട് നടക്കും. ഇങ്ങനെയൊക്കെ കഴിവുള്ള സ്ത്രീയാണ്. ആകെ അവർക്ക് ഭാഷയുടെ ഒരു പരിമിതിയാണ്. പക്ഷേ ഹിന്ദി അല്പം ബ്രോക്കൺ ആണെങ്കിലും ഹിന്ദിയിൽ അവർക്ക് ആ പ്രദേശം മൊത്തം കവർ ചെയ്യാൻ പറ്റും. എന്താണ് ഇംഗ്ലീഷ് വീക്കാണ് അവർ? ഇംഗ്ലീഷിലും വീക്കൊന്നുമല്ല, അവർ കംഫർട്ടബിൾ ബംഗാളിയിലാണ്. അത് കഴിഞ്ഞാൽ ഹിന്ദി, പിന്നെ ഇംഗ്ലീഷ്. ഇതാണ് ദീദിയുടെ പ്രിയോറിറ്റി. ബട്ട് ഈ സാധനം മതി ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്ക്. സൗത്തിലേക്ക് വന്നു കഴിയുമ്പോൾ എത്രയോ പ്രധാനമന്ത്രിമാർ ഈ ഒരു ഭാഷയും തെലുങ്ക്, കന്നഡ, തമിഴ്, മലയാളം ഈ 4 ഭാഷയെ അറിഞ്ഞുകൂടാ. ഇങ്ങനെ ആയിരുന്നു ഒരുപാട് പ്രധാനമന്ത്രിമാർ. അപ്പോൾ പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ, അവർ പോപ്പുലറായില്ലേ. അതുകൊണ്ട് ദീദിയും പോപ്പുലറാകും എന്നാണ് എൻ്റെ. പക്ഷേ ഈ ഇന്ത്യ മുന്നണി തന്നെ ഇങ്ങനെ തകർന്നു കഴിയുമ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാൽ അവർ പറയുന്നതിൽ മെരിറ്റും ഉണ്ട്. മമതാ ബാനർജി പറയുന്നത്, ബംഗാളിൽ ഞാൻ 2ൽ കൂടുതൽ സീറ്റ് എന്തിന് കോൺഗ്രസ്സിന് കൊടുക്കണം? 2 സീറ്റ് കഴിഞ്ഞവണ് കിട്ടി, അത് മേടിച്ചോ, അതും കൂടെ ജയിക്കാൻ എനിക്ക് പ്രാപ്തിയുണ്ട്, പിന്നെ പോട്ടേന്ന് വിചാരിച്ചതായിരുന്നു. ഇതാണ് കോൺഗ്രസ്സിന് 7 സീറ്റ് വേണം. നടക്കുന്ന കാര്യമല്ല. കേജ്രിവാൾ ആ കാര്യം എന്തൊക്കെയാണെങ്കിലും ചെറിയ പാർട്ടി എന്ന് പറഞ്ഞാൽ 2 സംസ്ഥാനങ്ങൾ ഭരിക്കുക കക്ഷി പിടിച്ചല്ലോ. ഡൽഹിയായി പഞ്ചാബായി. ഗുജറാത്തിൽ 12% വോട്ടുണ്ടായിരുന്നു, 12%. അപ്പോൾ അയാൾ വിട്ടു തരുമോ? അയാൾ പറയുന്നത്, എനിക്ക് പഞ്ചാബ് ഭരിക്കാനായിട്ട് നിങ്ങളുടെ ആവശ്യം ഇല്ലെന്നേ, ഞാനെന്തിനാണ് നിങ്ങൾക്ക് സീറ്റ് തരുന്നത്, പഞ്ചാബിൽ മൊത്തം ഞാൻ മത്സരിക്കും. ഇങ്ങനെ പറഞ്ഞ് ഇത് കോൺഗ്രസ്സിന് സമ്മതിക്കാൻ പറ്റുമോ? അതുമില്ല. ഈ അവസ്ഥയാണ്. പിന്നെ കോൺഗ്രസ്സിന് ഇളവ് ചെയ്യേണ്ടതാരാ? പിണറായി വിജയൻ ചെയ്യുമോ? ഇല്ല. കേരളത്തിൽ ഏതായാലും ഇന്ത്യ മുന്നണിയില്ല. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ചെയ്യണം. സ്റ്റാലിൻ വേണമെങ്കിൽ ഒരു 2 സീറ്റ് കൊടുക്കും. ഇതിക്കുള്ളൊന്നും അയാളും കൊടുക്കില്ല. എന്തിനു കൊടുക്കണം? ഒരു മുന്നണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് അർഹതയില്ലാത്ത സീറ്റൊക്കെ ഞാൻ നിന്നെ വലുതാക്കേണ്ട കാര്യം എനിക്കെന്താ? അങ്ങനെ വരുമ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി ക്ലിക്കാവില്ല. ഇല്ല. അപ്പോൾ 2024 ഇലക്ഷൻ സത്യത്തിൽ ഒരു മത്സരം പോലും ഇല്ലാത്ത വളരെ വളരെ പാസീവായ അവസ്ഥയിലേക്ക് പോകും. ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യൻ വോട്ടർമാരെ നമുക്ക് അങ്ങനെ അങ്ങ്
ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് വിചാരിക്കാൻ പറ്റില്ല. Yes. ഇന്ത്യൻ വോട്ടർക്ക് വലിയ ഒരു പവറുണ്ട്. അയാൾ ഈ രാഷ്ട്രീയമൊക്കെ കണ്ട് അതിൽ മയങ്ങി ഭ്രമിച്ചൊക്കെ പോയി അങ്ങനെയൊന്നും ചെയ്യുന്ന ആൾക്കാരല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരേണ്ടതാണ്. വന്നില്ല, അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരുന്നു. ഓക്കെ. ഇപ്പോൾ ഇന്ത്യൻ വോട്ടർ ഈസ് വൺ എമംഗ് ദ മോസ്റ്റ് അൺഡിപ്പെൻഡബിൾ അൺപ്രഡിക്റ്റബിൾ വോട്ടേഴ്സ് ഇൻ ദ വേൾഡ്. പഴയൊരു സാധ്യത ടി ജി കാണുന്നുണ്ടോ? തെരഞ്ഞെടുപ്പ് വരെ മുന്നണിയുടെ ഒരു തെളിച്ചൊന്നും വരാതെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഒരു അലയൻസ് പണ്ട് വന്നതുപോലെ ഒരു സാധ്യതയുണ്ടോ? ഇല്ല. കാരണം സഫീഷ്യൻറ്റ് സീറ്റ് ഉണ്ടെങ്കിലേ നിങ്ങളുടെ അലയൻസിന് അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അലയൻസ് എന്തിനാ? ലോക്സഭയിൽ അലയൻസ് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഓക്കെ. BJP 400 സീറ്റ് എന്ന് പറയുന്ന പ്രഖ്യാപിത അവർക്ക് കിട്ടട്ടെ എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ 400 സീറ്റ് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഇത് നിലനിൽക്കണം എന്നില്ല. ഇനിയും 2-3 മാസങ്ങളിൽ പൊളിറ്റിക്സിൽ ഒരു കാര്യം മാറാനായിട്ട് വലിയ നേരമൊന്നും വേണ്ട. ഒറ്റ ദിവസം ഒറ്റ രാത്രി കൊണ്ട് കംപ്ലീറ്റ് മറിയുന്ന ഒരു ഏർപ്പാടാണ് പൊളിറ്റിക്സ്. ഓക്കെ. ബീഹാറിലേക്ക് തിരിച്ചു വന്നാൽ നിതീഷ് കുമാർ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ അധികാരത്തിന് വേണ്ടിയുള്ള ഗിമ്മിക്കുകളുണ്ടല്ലോ കഴിഞ്ഞ കുറേ കാലമായിട്ട്, അതിന് ബീഹാർ തിരിച്ചടി കൊടുക്കൂലേ? കൊടുക്കണമെന്നില്ല. ഇല്ല, അങ്ങനെ ഈ അധികാരത്തിന് വേണ്ടി ഇന്ത്യൻ പബ്ലിക്കിന് ഒരു കാര്യം അറിയാം. എല്ലാ രാഷ്ട്രീയ പാർട്ടിയും അധികാരത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അല്ലാതെ മോക്ഷം കിട്ടാനല്ലല്ലോ. അല്ല, അധികാരത്തിന് വേണ്ടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള കൂട്ടുകെട്ടുകൾ ഇന്ത്യൻ ജനത ഒരു മോശമായിട്ട് കാണുന്നില്ല. എപ്പോഴും തെരഞ്ഞെടുപ്പിൽ രണ്ടായി നിന്ന് ഫൈറ്റ് ചെയ്ത ആൾക്കാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒന്നായിട്ട് ഭരിക്കുന്നു. ഇന്ത്യൻ ജനത അതിലൊരു കുഴപ്പം കാണുന്നില്ല. ഈ പൊളിറ്റിക്സ് ഈസ് ദ ആർട്ട് ഓഫ് പോസിബിൾ എന്ന് പറയുമല്ലോ. ഇതല്ലാതെ വേറെ പോസിബിലിറ്റി ഇല്ല. അങ്ങനെയാണ് കാശ്മീരിൽ BJP PDP സഖ്യം വരുന്നത്. കാരണം ഈ ഹങ് അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, MLA മാരെയും തിരഞ്ഞെടുത്തു, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തൊടില്ല. നാഷണൽ കോൺഗ്രസ് NCP അല്ല, നാഷണൽ കോൺഗ്രസ് NC, അവർ PDPയെ തൊടില്ല, PDP BJPയെ തൊടില്ല, BJP NCയെ തൊടില്ല. പിന്നെ എങ്ങനെ ഇത് നിൽക്കും? അവസാനം BJP ഒരു തീരുമാനം എടുത്തു, ലെറ്റ് us ടച്ച് PDP. ഓക്കെ. സി വാട്ട് കാശ്മീരിൽ ഷോർട്ട് ലിവ്ഡ് ആയിരുന്നു, 1-1.5 വർഷം നിന്നുള്ളൂ, അത്രയും നിന്നുള്ളൂ. പക്ഷേ BJP സ്റ്റാൻഡ് മെച്ചപ്പെടുത്തി, അവരുടെ നില മെച്ചപ്പെടുത്തി. അതെ, ഇത് ജനങ്ങൾ അംഗീകരിക്കുന്നു. ഇന്ത്യൻ ജനത ഒരു മെച്വേർഡ് ഡെമോക്രസിയുടെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. സാറ് നോക്ക്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ ലോജിക്കല്ല അസംബ്ലി തിരഞ്ഞെടുപ്പിൽ, അല്ല അസംബ്ലിയുടെ ആ ലോജിക്കല്ല ലോക്സഭയിൽ. ഇത് ജനങ്ങൾ കൃത്യമായി ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇത് കൂടാതെ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു റാഡിക്കൽ ചേഞ്ച് നരേന്ദ്രമോദി കൊണ്ടുവന്നത് ഈ പേഴ്സണാലിറ്റി പൊളിറ്റിക്സ് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അത് ഏകദേശം രാജീവ് ഗാന്ധിയോടുകൂടി അസ്തമിച്ചു പോയതാണ്. അത് BJP ആ കാർഡ് ഇപ്പോൾ മോദി ഏകദേശം, സാറ് നോക്ക്, മോദിക്ക് ഗ്യാരണ്ടിയാണ്. മോദി സർക്കാർക്ക് ഗ്യാരണ്ടി അല്ല, മോദിക്ക് BJPക്ക് ഗ്യാരണ്ടി അല്ല, NDAക്ക് ഗ്യാരണ്ടി അല്ല, മോദിക്ക് ഗ്യാരണ്ടി. How he changed the Indian politics into a personality politics purposely because he know that he doesn't have any opposition candidate. പക്ഷേ PG, അത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു വീക്ക്നെസ് അല്ലേ? അല്ല, വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നത് അല്ല. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിൻ്റെ കാലത്ത് വീക്കായിരുന്നു എന്ന് പറയേണ്ടി വരും, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വീക്കായിരുന്നു എന്ന് പറയേണ്ടി വരും. ഒരു പാർട്ടിയുടെ ശക്തി, പാർട്ടിയുടെ സാധ്യത, അത് ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നത് നെഹ്റു ചെയ്താലും ഇന്ദിരാഗാന്ധി ചെയ്താലും ഇന്ദിര എന്നാൽ ഇന്ത്യ എന്നൊക്കെയുള്ള മുദ്രാവാക്യത്തിന് സമാനമായ ഒന്നല്ലേ മോദിയും? അല്ല സാർ, അതാണ് ഈ BJP കളിക്കുന്ന ഗെയിം ഉണ്ടല്ല. വാജ്പേയിയുടെ കാലം സാർ ആലോചിച്ച് നോക്ക്. വാജ്പേയി തൊട്ടു പിന്നാലെ അദ്വാനി. അന്ന് എല്ലാവരും ചോദിച്ചു, വാജ്പേയി അദ്വാനിയും കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? വാസ്തവത്തിൽ BJPക്ക് തന്നെ ഉത്തരവുണ്ടായിരുന്നില്ല, വാജ്പേയി അദ്വാനിയും കഴിഞ്ഞാൽ എന്ത് ചെയ്യും. വാജ്പേയി കഴിഞ്ഞു, അദ്വാനി വന്നു. അദ്വാനിയായിരുന്നു ടോപ്പ്. അദ്ദേഹം പ്രധാനമന്ത്രിയായില്ല, വേറെ കാര്യം, ബട്ട് ഹി വാസ് ദ നമ്പർ 1 മാൻ. ഇത് കഴിഞ്ഞ് 2013 നാടകീയമായിട്ട് മോദി ഈ ലോക്സഭാ ഇലക്ഷൻ രംഗത്തേക്ക് ഇടിച്ചു കയറുന്നത്. വാസ്തവത്തിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം അതിനു മുമ്പ്. അദ്വാനിയുടെ ആ സ്റ്റാച്ചറൊന്നും മോദിക്ക് ഉണ്ടായിരുന്നില്ല. ഗുജറാത്ത് മുഖ്യമന്ത്രിയാണ്, മിടുക്കനാണ് എന്നൊക്കെയാണ്. അന്ന് എല്ലാവരും പറഞ്ഞു ഗുജറാത്തിന് പുറത്തേക്ക് ഈ മിടുക്കൊന്നും നടക്കില്ല എന്ന്. ഗുജറാത്ത് ഇപ്പോൾ അയാളുടെ സ്ഥലമാണ്, അയാൾ ഗുജറാത്തിയാണ്, അതുകൊണ്ട് കളിക്കുന്ന കളിയാണ്. അതിനപ്പുറത്തേക്ക് കുറച്ച് വർഗീയതയൊക്കെ ഉള്ള കളിയല്ലേ, അതൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ബട്ട് ഹി പ്രൂവ്ഡ് എവ്രി വൺ റോങ്. He became bigger figure than Advani.
ഇന്ത്യൻ അധ്വാനിക്കാൻ നേരം പേഴ്സോണിഫിക്കേഷൻ ബി ജെ പിക്ക് ഈ പെർസോണിഫിക്കേഷനിൽ തന്നെ പുതിയ പുതിയ പേഴ്സൺസിനെ മാറ്റാനുള്ള ഒരു ഇൻഹറന്റ് ക്വാളിറ്റി ബി ജെ പിക്ക് ഉണ്ട്. ഇതിനിപ്പോൾ മോദി കഴിഞ്ഞാൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ആവണമെന്നില്ല. ഫോർ ദ ടൈം ബീയിങ് ഇപ്പോഴത്തെ ബിംബമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പലവിധ ടെക്നിക്സ് ഉപയോഗിക്കാം. ഒന്ന്, നിങ്ങളുടെ ഓപ്പോസിഷൻ ആരാണെന്ന് തീരുമാനിച്ച് അവരെ തന്നെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കാം. വേറൊന്ന്, നിങ്ങളുടെ നേതാവ് ആരാണെന്ന് ഉറപ്പിച്ചിട്ട് ധൈര്യമുള്ളവനെ അറ്റാക്ക് ചെയ്യണം എന്ന് പറയാം. ഇതാണ് മോദി ഇപ്പം ചെയ്യുന്നത്. മോദിക്ക് ഗ്യാരണ്ടി എന്ത്? വേറെ ആർക്കാ ഗ്യാരണ്ടി തരാനുള്ളത്? നിങ്ങൾ ആരെങ്കിലും ബോധപൂർവമായി ബി ജെ പി ഉയർത്തിക്കൊണ്ടുവരുന്ന ഏറ്റവും പുതിയ രാഷ്ട്രീയ തന്ത്രമാണെന്ന് തിരിച്ച് രാഹുൽക്ക് ഗ്യാരണ്ടി എന്ന് പറയാൻ ആളുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും. നിതീഷ്ക്ക് ഗ്യാരണ്ടി, മമതാക്ക് ഗ്യാരണ്ടി ഇല്ല. ഒരു വാക്ക് ഈ സാധനം വെച്ചിട്ടാണ് പുള്ളി വെല്ലുവിളിക്കുന്നത്. ആരുടെ വീര പോരിനെ വാടാ. ഇതാണ് സാറ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ പൊളിറ്റിക്സിലെ ഈ സ്ട്രാറ്റജി ട്രിക്സ്, പൊളിറ്റിക്സ് ഈസ് പോളിട്രിക്സ് നമ്മൾ നന്നായി ചീത്തായിട്ടൊക്കെ പറയുമല്ലോ. അങ്ങനെയാണെങ്കിൽ തന്നെ നേർക്കുനേരെ ഒരു സത്യസന്ധത ബീഹാറിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ടോ? ഇപ്പോഴും ഈ നിമിഷം വരെയും കൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അഖിലേഷ് യാദവിനോട് നാളെ എന്ത് സംഭവിക്കുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടില്ല. മീഡിയ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോലും അറിയുന്നത്. ഈ ഒരു കള്ളക്കളി എങ്ങനെ ഫീൽ ചെയ്യുന്നു? ജനങ്ങളിത് മൈൻഡ് ചെയ്യുന്നില്ല സാർ. ശ്രദ്ധിക്കുന്നില്ല. കാരണം ജനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നില്ല അത്. സോ ലോങ് ആസ് ദ പൊളിറ്റീഷ്യൻ ഡസ് നോട്ട് ഡിസ്റ്റർബ് യു. ഇപ്പം ഞാനിവിടുന്ന് രാമേശ്വരത്ത് തീർത്ഥാടനത്തിന് പോകുന്നു. രാമേശ്വരത്തെ MLA ആരാണെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. അയാൾ മാറിയാലും എന്താ, മാറിയില്ലെങ്കിൽ എന്താ. ഞാൻ അവിടെ പോകുന്നു, എന്നെ ആരും ഉപദ്രവിക്കുന്നില്ല. സോ ഈ മേൽത്തട്ടിൽ അധികാരത്തിൻ്റെ ഇതിൽ ഇവർ നടത്തുന്ന വടംവലി ജനങ്ങളെ സ്പർശിക്കാത്തിടത്തോളം ജനങ്ങൾ അതിൽ ബോധം. അവർ ആ ഗവേണൻസിൻ്റെ ഈൽഡ് മാത്രമേ നോക്കുന്നുള്ളൂ, എന്ത് കിട്ടുന്നു എന്ന് മാത്രമേ നോക്കൂ. ബിക്കോസ് എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി. കമ്മ്യൂണിസ്റ്റ് ആയാലും നക്സലേറ്റ് ആയാലും പോപ്പുലർ ഫ്രണ്ടുകാരനായാലും ശാപ്പാട് വേണ്ടേ? ഭക്ഷണം വേണം, തീർച്ചയായും. കറണ്ട് വേണം, ഗ്യാസ് വേണം, ഓട ക്ലീനായിട്ടിരിക്കണം, വഴിവിളക്ക് വേണം, ഇതൊക്കെ വേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഉള്ളിടത്തോളം കാലം അയാൾ കാലുമാറിയും മാറിക്കോട്ടെ, എനിക്ക് എൻ്റെ കാര്യം നടക്കണം. പൊളിറ്റിക്കൽ മെക്കാനിസത്തെ അവഗണിച്ചുകൊണ്ട് ഡെമോക്രാറ്റിക് ഈൽഡ് മാത്രം 24 hours പൊളിറ്റിക്സിനെ പറ്റി ജനങ്ങൾ ആലോചിക്കുന്നില്ല. ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ, ഒരാൾ വോട്ട് ചെയ്യാൻ ഉള്ള അവസരം വരുമ്പോഴാണ് അവരിതിൽ ഫലപ്രാപ്തിയും സാധ്യതയും ആണ്, അതിൻ്റെ രാഷ്ട്രീയമാണ് ജനങ്ങൾ ആശ്രയിക്കുന്നത്. ബീഹാറിലും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.